ഹലോ, നമുക്കിന്ന് വീട്ടിൽ നിന്ന് നിത്യവഴുതനങ്ങ പറിച്ചിട്ട് അത് വെച്ചിട്ടൊരു മെഴുക്കുവരട്ടി ഉണ്ടാക്കി നോക്കിയാലോ. നമ്മളത് പറിക്കാൻ പോയപ്പോൾ അതിൻ്റെ കൂടെ കുറച്ച് പാവയ്ക്കയും കാട്ടുപാവയ്ക്ക കേട്ടോ, അതും 2-3 കോവയ്ക്കൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നേ. നമുക്കപ്പോൾ അതെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തിട്ട് ഒരു മെഴുക്കുവരട്ടി ഉണ്ടാക്കാം. ഇപ്പോൾ ഈ നല്ല വിളഞ്ഞ നിത്യവഴുതനങ്ങ അല്ലെങ്കിൽ നന്നായിട്ട് നമുക്കൊരു 2ആയിട്ടോ 3ആയിട്ടോ 4ആയിട്ടോ ഒക്കെ അതൊന്ന് പീസാക്കി ഇടാം. അല്ല, ഇച്ചിരി വിളഞ്ഞാണെങ്കിൽ അതിൻ്റെ ആ ഒരു സീഡ് എടുത്ത് കളഞ്ഞിട്ട് നമുക്കത് ഇതുപോലെ അരിഞ്ഞെടുക്കാം കേട്ടോ. ഇതിലിപ്പം 2-3 എണ്ണം നമുക്ക് കുറച്ച് മൂപ്പെത്തിയതുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതിൻ്റെ സീഡൊക്കെ നമ്മൾ കളഞ്ഞിട്ട് എല്ലാം ഒന്ന് അരിഞ്ഞെടുത്തിട്ടുണ്ടായിരുന്നേ. കൂടെ തന്നെ നമ്മൾ പാവയ്ക്കയും കോവയ്ക്കയും എല്ലാം ഒന്ന് അരിഞ്ഞെടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇത് നമുക്ക് മസാലകളൊന്നും ഇല്ലാതെയും കുക്ക് ചെയ്യാം കേട്ടോ. ഞാൻ പക്ഷേ ഒരു എരിവിന് വേണ്ടിയിട്ട് കുറച്ച് മുളക് പൊടി ഇതിനകത്ത് ആഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് കുക്ക് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നോക്കിയാലോ. ഇതിൻ്റെ കൂടെ നമുക്ക് കുറച്ച് സവാളയും ഒരു 2 പച്ചമുളകും കൂടി ഇടാം കേട്ടോ. അപ്പോൾ നമ്മൾ സവാള ചെറുതായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട്, 2 പച്ചമുളകും കൂടി ഇടുന്നുണ്ടേ. എന്നിട്ട് നമ്മളൊരു പാനിൽ കടുകൊക്കെ പൊട്ടിച്ചിട്ട് അതിൻ്റെ അകത്തോട്ട് നമ്മുടെ ഈ അരിഞ്ഞ് വെച്ചേക്കുന്ന സാധനങ്ങളെല്ലാം കൂടി ഇട്ടിട്ട് കുറച്ച് ഉപ്പും കൂടി ഇട്ട് ആവശ്യത്തിന് വേകാനുള്ള വെള്ളവും കൂടി ഒഴിച്ചിട്ട് ഒന്ന് അടച്ച് വയ്ക്കാവേ. ഒരുപാട് നേരമൊന്നും വെക്കേണ്ട, പെട്ടെന്ന് തന്നെ ഇത് നന്നായിട്ടങ്ങ് വേകും കേട്ടോ. അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് വെന്ത് വന്നിട്ടുണ്ട്. അപ്പോൾ അതിലോട്ട് നമ്മൾ കുറച്ച് മുളക് പൊടിയും കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടി ഇടുന്നുണ്ട് കേട്ടോ. ഈ പൊടികളെല്ലാം ഒന്ന് ചൂടായി വന്നപ്പോഴത്തേക്കും നമ്മുടെ മെഴുക്കുവരട്ടി റെഡി ആയിട്ടുണ്ടേ. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ.